നമസ്കാരം, ഞാൻ ആർ ജെ ജാനകിയാണ്. റെഡ് FM തിരുവനന്തപുരത്തിൻ്റെ ഉച്ച സമയത്തെ ഷോ ചെയ്യുന്ന ഒരു ആർ ജെ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വെസ്റ്റ് ഫോർട്ടുള്ള സുനിൽസ് വാക്സ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. ശരിക്കും പറയാമല്ലോ, ഞാൻ ഒരു വട്ടം ഒന്ന് കറങ്ങി കണ്ടു, ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. നമുക്ക് കാണണ്ടേ? വാ. ഗാന്ധിജിയുടെ വാക്സ് സ്റ്റാച്യു ആണ്. ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും അല്ലേ? ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ അതേപോലെ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു നാച്ചുറൽ ഫീല് തോന്നാനും ആ ഒരു ലൈവ്ലി ഫീല് തോന്നാനും സൈഡിൽ നമുക്ക് പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു മുഖം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെ പറയണം. കാരണം സൈഡ് പിക്ചേഴ്സൊക്കെ വെച്ചിട്ടാണെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ നമുക്ക് തിരുവനന്തപുരത്ത് പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും, ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റും, അതൊക്കെ പിക്ചർ റെപ്രസെൻറ്റേഷൻ ഇവിടെയുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് അന്ന ഹസേരയുടെ നല്ലൊരു വാക്സ് പ്രതിമയാണ് നേരെ ഫ്രണ്ടിൽ കാണാൻ പറ്റണം. ഇവിടെ ഉള്ളത് നമ്മുടെ സ്വന്തം ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിൻ്റെ ലൈവ് ആയിട്ടുള്ള, ശരിക്കും ആള് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. അതേപോലെ അത്രയും പെർഫെക്ഷൻ ആണ് കേട്ടോ. ഇവിടെ ഇത് ശരിക്കും ഒരാൾ ഒറിജിനലി കിടക്കുന്ന പോലെ തോന്നില്ലേ? നമ്മുടെ സ്വന്തം സായിബാബയാണ്. ആളുടെ ഈ ഒരു നേരിട്ട് വന്ന് നമ്മൾ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. കൈകൾക്കാണെങ്കിലും കാലുകൾക്കാണെങ്കിലും ഒക്കെ ഒരു ജീവനുള്ള പോലൊരു എക്സ്പീരിയൻസ് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ബോൺ ആക്ടർ പ്രകാശ് രാജിൻ്റെ വാക്സ് സ്റ്റാച്യു ആണ് കേട്ടോ ഇത്. ഇന്ദിരാഗാന്ധിയുടെ, രാജീവ് ഗാന്ധിയുടെ, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒക്കെ ഒരു വാക്സ് പ്രതിമകൾ ആ ഒരു ഒറിജിനൽ മനുഷ്യൻ്റെ ലൈവ്ലി ഫീല് കൊണ്ടുവരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഫുൾ മ്യൂറൽ പെയിൻറ്റിങ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും അതിൻ്റേതായ യുണീക്ക് സ്റ്റൈൽ. ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു നേച്ചറും സ്റ്റൈലും ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനിതാ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന വാക്സ് സ്റ്റാച്യു അല്ലെങ്കിൽ വാക്സ് പ്രതിമ എന്ന് പറയുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാറിൻ്റെ വാക്സ് പ്രതിമയാണ്. സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ തമിഴ് കിങ് രജനികാന്ത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മെഴുക് പ്രതിമ നിർമ്മിച്ച ആൾ മിസ്റ്റർ സുനിൽ കണ്ടല്ലൂർ, എൻ്റെ ചേട്ടനാണ്. ഞാൻ അഡ്വക്കേറ്റ് സുഭാഷ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ കേരളം വിട്ടതാണ്, 15 വർഷം മുമ്പ് വിട്ടതാണ്. കേരളത്തിലൊരു പ്രോജക്റ്റ് ചെയ്യാമെന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാർ നമ്മളെ സഹായിക്കുന്നു, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ മലയാളികൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു ധാരണ ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ അനുഭവത്തിലും കറക്റ്റാണ്. കവടിയാർ കൊട്ടാരത്തിലെ ആദിത്യവർമ്മ അദ്ദേഹം ഞങ്ങളുടെ മ്യൂസിയത്തിൽ വരികയും ലോണാവല മ്യൂസിയത്തിൽ വരികയും എന്നിട്ട് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു മ്യൂസിയം തുടങ്ങാനുള്ള ഒരു ഓഫർ തരികയും ചെയ്തു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ പ്രോജക്റ്റ് 3 വർഷം നീണ്ടുപോയി. അപ്പോൾ അവസാനം കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. ഒറിജിനൽ ഹെയർ തന്നെ നമ്മൾ സലൂണിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിട്ട് ആണ് ഇത് ചെയ്യുന്നത്. പിന്നെ തീർച്ചയായിട്ടും കാര്യം നമ്മൾ ഒറിജിനൽ ഹെയറിന് കിട്ടുന്ന പെർഫെക്ഷൻ ആർട്ടിഫിഷ്യൽ ഹെയറിന് കിട്ടില്ല. അതുപോലെ തന്നെ ഈ പിരുവത്തിൻ്റെ ഹെയർ അത് ഡിഫറെൻ്റാണ്. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ നമ്മൾ പിരുവം തന്നെയാണ് കളക്ട് ചെയ്ത് ഫിക്സ് ചെയ്യുന്നത്. മീശയ്ക്ക് മീശയുടെ രോമം തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ ദീക്ഷയ്ക്ക് അതേ രോമം തന്നെയാണ് കളക്ട് ചെയ്ത് എടുക്കുന്നത്. മ്യൂസിയത്തിലെ ഒരു സജഷൻ ബുക്ക് വെക്കും. വിസിറ്റേഴ്സ് വന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പ്രതിമ, കൂടുതൽ വരുന്നത് സൽമാൻ, ഷാരൂഖ്, സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, ധോണിയൊക്കെയാണ്. ഇവരുടെയൊക്കെ മെഷർമെൻറ്റ് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. പരമാവധി നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കും. ആദ്യം ഒരു പ്രതിമ ഉണ്ടാക്കുമ്പോൾ ആദ്യം മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം. മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇദ്ദേഹമാണ് സുനിൽ കണ്ടല്ലൂർ എന്ന് പറയുന്ന ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്ന് തന്നെ പറയാം. ആളുടെ ഇൻഡിവിജ്വലായിട്ട് ഈവൻ നമുക്കിപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററോ അല്ലെങ്കിൽ ഒരു പഠിക്കാനായിട്ട് നമുക്കൊരു സ്പേസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടാതെ തന്നെ സെൽഫായിട്ട് തന്നെ പഠിച്ച് ആൾ ഡിസൈൻ ചെയ്തതാണ് ഇവിടെ നിൽക്കുന്ന ഓരോ വാക്സ് പ്രതിമകളും കേട്ടോ. ശരിക്കും അതൊക്കെയാണ് നമ്മൾ ആ ഒരു ഇൻബോൺ ടാലന്റ് എന്നൊക്കെ പറയില്ലേ. ആള് മെഷർമെന്റ് എടുക്കുന്ന ഫോട്ടോസ് ഇവിടെ ഈ ഒരു വാക്സ് മ്യൂസിയത്തിൽ ഉടനീളം നമ്മളിങ്ങനെ നടക്കുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും വെസ്റ്റ് ഫോർട്ടിലുള്ള ഈ ഒരു വാക്സ് മ്യൂസിയം വിസിറ്റ് ചെയ്യുക. ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് റെഡ് FM വരും. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.